കേരള പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണിക്ക് നീക്കം. ബാർക്കോഴ കേസ് അന്വേഷിക്കുന്ന ജേക്കബ് തോമസിനെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD ആക്കിയേക്കും. കൂടുതൽ വിവരങ്ങളുമായി ജീവൻ ചേരുന്നു. ജീവൻ, കേസ് അട്ടിമറിക്കുന്നു എന്ന വ്യാപകമായ ആക്ഷേപവും ഉത്കണ്ഠയും നിറഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു അഴിച്ചുപണിക്ക് നീക്കം. എന്താണ് വിവരങ്ങൾ? ഹരി, ജേക്കബ് തോമസിനെ പുതിയതായി DGPമാരുടെ സ്ഥാനക്കയറ്റ പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് ജേക്കബ് തോമസ്. ജേക്കബ് തോമസിന് ഈ വരുന്ന 30-ാം തീയതി വരെ മാത്രമേ ആ തലസ്ഥാനത്ത് ADGPയായി തുടരാനാവൂ. മറ്റൊരു പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് അദ്ദേഹത്തെ മാറ്റേണ്ടതുണ്ട് എന്നത് നേരത്തെ തന്നെ ഈ കാര്യത്തിൽ തീരുമാനമായതാണ്. ഒരുപക്ഷെ അദ്ദേഹം വിജിലൻസിൻ്റെ തലപ്പത്തേക്ക് വരില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബാർക്കോഴ കേസിലടക്കം K മാണിക്കും K ബാബുവിനെതിരായി നടക്കുന്ന ബാർക്കോഴ കേസിലടക്കം നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിയാണ് ജേക്കബ് തോമസ്. അദ്ദേഹത്തെ ഇപ്പോൾ കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ്റെ MD ആക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് യൂണിഫോം ഇട്ട മറ്റ് തസ്തികകൾ ലഭിക്കാൻ സാധ്യതയില്ല എന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു. ഇപ്പോൾ ഈ കാര്യത്തിൽ ഏതാണ്ട് ഒരു സ്ഥിരീകരണവും ഈ കാര്യത്തിൽ ഉണ്ടാവുകയാണ്. അദ്ദേഹത്തെ പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ്റെ MD ആക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ഒപ്പം നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ADGPയുടെ ചുമതലയുള്ള ലോക്നാഥ് ബെഹ്റയെ DGP ആവുന്ന മുറയ്ക്ക് TP സെൻകുമാർ ജയിൽ മേധാവി സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ അദ്ദേഹത്തെ ജയിലിൻ്റെ മേധാവിയാക്കാൻ ജയിൽ DGP ആയി മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് DGP ആയ വിജയാനന്ദും ഈ വരുന്ന മെയ് മാസം 31-ാം തീയതിയോടുകൂടി വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് പകരക്കാരനായി നിലവിൽ വൈദ്യുതി ബോർഡിലെ ചീഫ് വിജിലൻസ് ഓഫീസറായ ഋഷിരാജ് സിംഗ് ഫയർഫോഴ്സിൻ്റെ തലപ്പത്തേക്ക് വരികയാണ്. നിലവിൽ അത് ADGP ആയിരിക്കുന്ന വിജയാനന്ദ് ഇരിക്കുന്ന പോസ്റ്റാണ്. പ്രധാനപ്പെട്ട കേഡർ പോസ്റ്റുകളിൽ ഒന്ന് തന്നെയാണ്. അതിലേക്ക് നിലവിൽ ഇനി ഋഷിരാജ് സിംഗ് ആവും വരിക. ഒപ്പം പോലീസിൻ്റെ തലപ്പത്ത് സമൂലമായ ഒരു വലിയ അഴിച്ചുപണി പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡർ മേഖലയിൽ വരികയാണ്. നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള ലോക്നാഥ് ബെഹ്റ മാറുന്ന മുറയ്ക്ക് ലോക്നാഥ് ബെഹ്റയ്ക്ക് പകരക്കാരനായി മോഡേണൈസേഷൻ്റെ ചുമതലയുള്ള ADGP അരുൺകുമാർ സിൻഹ ADGP അഡ്മിനിസ്ട്രേഷൻ ചുമതലയുള്ള ADGP ആവും. ഒപ്പം ശങ്കർ റെഡ്ഡി കേരള പോലീസിന്റെ തലപ്പത്ത് വൻ അഴിച്ചുപണിക്ക് നീക്കം. ബാർക്കോഴ കേസ് അന്വേഷിക്കുന്ന ജേക്കബ് തോമസിനെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD ആക്കിയേക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ജീവൻ. മറ്റു വാർത്തയിലേക്ക്. ബാർക്കോഴ കേസിൽ ധനമന്ത്രി KM മാണിക്കെതിരെ കുറ്റപത്രം തയ്യാറാവുന്നു. കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുന്നോടിയായി കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് വിജിലൻസ് നിയമ ഉപദേശത്തിന് അയച്ചു. നിലവിൽ കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് നിലനിൽക്കുമോ എന്നാണ് വിജിലൻസ് പ്രധാനമായും ആരാഞ്ഞത്. ബാർ ഉടമ രാജ്കുമാർ ഉണ്ണിയും അമ്പിളിയും മാണിക്ക് പണം കൈമാറിയതിന് സാഹചര്യ തെളിവുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ സുകേഷിന്റെ കേസ് ഡയറിയിൽ പരാമർശമുണ്ട്. ബാർക്കോഴ കേസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ നിഗമനങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കേസ് ഡയറിയും അടക്കമുള്ള വിശദമായ റിപ്പോർട്ടാണ് വിജിലൻസ് SP സുകേശൻ നിയമോപദേശത്തിനായി അയച്ചിരിക്കുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് G ശശീന്ദ്രനോട് ആദ്യഘട്ടത്തിൽ നിയമോപദേശം തേടും. ആവശ്യമെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിന്റെയും നിയമോപദേശം തേടാൻ സാധ്യതയുണ്ട്. 2014 ഏപ്രിൽ 2 രാവിലെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി രാജ്കുമാർ ഉണ്ണി പണം കൈമാറുമ്പോൾ താൻ സാക്ഷിയായിരുന്നു എന്ന അമ്പിളിയുടെ മൊഴിയാണ് കേസിലെ ഏറെ നിർണായകം. എന്നാൽ പണം വാങ്ങിയ മാണിയും കൊടുത്ത രാജ്കുമാർ ഉണ്ണിയും ഇക്കാര്യം നിഷേധിക്കുന്നതിനാൽ സാഹചര്യ തെളിവുകൾ കോടതിയിൽ നിലനിൽക്കുമോ എന്നാവും നിയമോപദേശത്തിലൂടെ വ്യക്തത വരുത്തുക. സംഭവം നടന്ന ദിവസം അമ്പിളിയും ഉണ്ണിയും സഞ്ചരിച്ചതും താമസിച്ചതും ഒരേ ദിശയിലാണെന്നതിന് ശാസ്ത്രീയ തെളിവുകളുണ്ട്. മാണി കൈമാറിയ പണം എണ്ണിത്തിട്ടപ്പെടുത്തുമ്പോൾ താനുമുണ്ടായിരുന്നു എന്ന് അമ്പിളി വിജിലൻസിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ മൊഴി ശക്തമാണ് എന്നതുപോലെ തന്നെ അമ്പിളിക്ക് പ്രതികൂലമായി ഭവിക്കുകയും ചെയ്യാം. പണമടങ്ങിയ ബാഗ് മന്ത്രി കൈകൊണ്ട് വാങ്ങുന്നത് കണ്ടു എന്ന അമ്പിളിയുടെ മൊഴി എങ്ങനെ നിയമോപദേശത്തിലൂടെ വെട്ടാമെന്നാവും നിയമോപദേഷ്ടാക്കൾ പരിശോധിക്കുക. അമ്പിളിയെ ഇൻട്രസ്റ്റഡ് വിറ്റ്നസ് എന്ന് മുദ്രകുത്തി ഒതുക്കാൻ നീക്കമുണ്ടായേക്കാം. തൊണ്ടി മുതലായ 35 ലക്ഷം കണ്ടെടുക്കാനാവാത്തത് കേസ് കോടതിയിൽ ദുർബലമാക്കുമെന്ന് അഭിപ്രായമുണ്ട്. പണം കൈമാറ്റം ചെയ്തതായി പറയപ്പെടുന്ന മന്ത്രിമന്ദിരത്തിൽ ആകെ നടന്നത് സീൻ മഹസർ തയ്യാറാക്കൽ മാത്രമാണ്. മാണി കയ്യിൽ വാങ്ങിയ പണം എവിടെ പോയി എന്ന് കോടതിയിൽ ചോദ്യമുണ്ടായാൽ എന്തു മറുപടി വിജിലൻസ് പറയുമെന്നത് കൗതുകകരമായ ഒരു സമസ്യയായി ഇന്നും അവശേഷിക്കുന്നു. S ജീവൻകുമാർ, തിരുവനന്തപുരം. സ്വരലയ കൈരളി യേശുദാസ് അവാർഡ് സമ്മാനിക്കുന്ന ഗന്ധർവ സന്ധ്യയ്ക്ക് തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സാധ്യതകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് വേദിയിൽ പ്രൗഢഗംഭീരമായ ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ സ്വരലയ കേരള ചാപ്റ്റർ ചെയർമാൻ ശ്രീ G രാജ്മോഹൻ സ്വാഗതം ആശംസിക്കുന്നു. ഇത്ര സമ്പന്നമായ ഒരു
വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുക എളുപ്പമല്ല. പക്ഷെ ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു ക്ഷമാപണമുണ്ട്. ഇന്നിവിടെ വന്ന വളരെയധികം പേർക്ക് അകത്ത് സ്ഥലം കൊടുക്കാൻ ഒക്കാതെ പോയി. മഴയെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് മറ്റൊരു തുറസായത്തിൽ നടത്താനിരുന്നാണ്. ഇന്നുണ്ടായ അസൗകര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എല്ലാ പ്രേക്ഷകരോടും. ഇന്നിവിടെ എത്തിയിട്ടുള്ളത് മലയാളത്തിൻ്റെ മഹാഗുരു ശ്രീ OMV കുറുപ്പ് സാറും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ശ്രീമതി സരോജിനി, ശ്രീ സ്പീക്കർ ശ്രീ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ CPM-ന്റെ കേരളത്തിൻ്റെ സാരഥി, ശ്രീ M.A. ബേബി സ്വർലയുടെ ജീവാത്മാവും പരമാത്മാവുമായ ശ്രീ M.A. ബേബി, അഡ്വക്കേറ്റ് ചന്ദ്രിക തിരുവനന്തപുരത്തെ ആരാധ്യ മേയർ, ജോൺ ബ്രിട്ടാസ് കൈരളി TV മാനേജിംഗ് ഡയറക്ടർ, ശ്രീ K. ജയകുമാർ മലയാള സർവകലാശാല വൈസ് ചാൻസലർ, ശ്രീമതി റോസ് മേരി, ശ്രീ പ്രഭാവർമ്മ പ്രശസ്ത കവികൾ, ശ്രീ മസൂദൻ സാർ, ശ്രീ ഷിബു, ശ്രീ തോമസ്. അരുവിക്കര തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇരു മുന്നണികളിലും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അരുവിക്കരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ മറ്റന്നാൾ പ്രഖ്യാപിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു. അരുവിക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നണികളിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമായി. കോഴ ആരോപണങ്ങളിൽ നട്ടം തിരിയുന്ന UDF-ന് ശക്തമായ തിരിച്ചടി നൽകാൻ ഇതിനോടകം തന്നെ LDF ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് മുൻ ധാരണയോടുകൂടിയാണ് LDF നീങ്ങുന്നതെന്നും 29-ാം തീയതി ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടറിന് ശേഷം സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി തീരുമാനിക്കുമെന്നും 31-ാം തീയതി ചേരുന്ന LDF-ന് ശേഷം സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അരുവിക്കരയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് 29-ാം തീയതി ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. 31-ാം തീയതി LDF-ന്റെ സംസ്ഥാന കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ LDF 31-ാം തീയതി ആലോചിച്ച് തീരുമാനിക്കും. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. UDF-ൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നുണ്ടെങ്കിലും വ്യക്തമായ ഒരു അഭിപ്രായ പ്രകടനം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇനിയും വന്നിട്ടില്ല. G. കാർത്തികേയന്റെ ഭാര്യ സുലേഖ ടീച്ചറെ രംഗത്തിറക്കാനുള്ള അന്തിമ ശ്രമത്തിലാണ് UDF. എന്നാൽ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ ഘടകം ശക്തമായ പ്രതിഷേധമുയർത്തുന്നതിനാൽ UDF-ൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. UDF-ൽ നിന്നും JSS-ഉം CMP-യും R. ബാലകൃഷ്ണപിള്ളയും വിട്ടുപോയ സാഹചര്യത്തിലും UDF-ൽ നിന്നുകൊണ്ട് തന്നെ PC ജോർജും ഒപ്പം RSP-യും JDU-യും ഉയർത്തുന്ന പ്രതിഷേധങ്ങളും UDF-ന് തലവേദനയാകും. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കവും UDF-നെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. അതേസമയം രണ്ട് മുന്നണികളെയും വെല്ലുവിളിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും അരുവിക്കരയിൽ മത്സരിക്കുകയെന്ന് BJP വ്യക്തമാക്കി കഴിഞ്ഞു. PC ജോർജിന്റെ ആശീർവാദത്തോടെ VSDP-യും ശ്രീനാരായണ ധർമ്മവേദിയും സംയുക്തമായി സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ആലോചനകളും സജീവമാണ്. VG മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഴിമതി വിരുദ്ധ മുന്നണി അരുവിക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് PC ജോർജ് അറിയിച്ചു. UDF-ന്റെ മരണമണി അരുവിക്കരയിൽ മുഴങ്ങുമെന്നും PC ജോർജ് അഭിപ്രായപ്പെട്ടു. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ACDF ആന്റി കറപ്ഷൻ ഡെമോക്രാറ്റിക് ഫണ്ട് സ്ഥാനാർത്ഥി നിർത്തി മത്സരിക്കുന്നതാണ്. ഇപ്പോൾ 6 സ്ഥാനാർത്ഥികളുടെ പേരാണ് ലഭിച്ചിട്ടുള്ളത്. 6 സ്ഥാനാർത്ഥികളുടെ പേരും ബയോഡാറ്റയും പരസ്യപ്പെടുത്തി ഫോട്ടോയും വെച്ച് അരുവിക്കര നിയോജകമണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും പര്യടനം നടത്തി ഏത് സ്ഥാനാർത്ഥിയാണ് ജനങ്ങൾക്ക് ഇഷ്ടമെന്ന് ജനഹിത പരിശോധന നടത്തി അവരെ വോട്ട് ചെയ്യിക്കാൻ പോകും. BJP-ക്ക് മറുപടിയുമായി മൻമോഹൻ സിംഗ് രംഗത്ത്. UPA സർക്കാരിന് മേൽ അഴിമതി ആരോപിക്കുന്നത് മോദി സർക്കാരിന്റെ വീഴ്ച മറച്ചുവെക്കാനാണെന്ന് മൻമോഹൻ സിംഗ് അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി പദവി ദുരുപയോഗം ചെയ്തിട്ടില്ലെന്നും മൻമോഹൻ സിംഗ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ ആത്മാവിനോടാണ് നരേന്ദ്രമോദി സർക്കാർ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി. സാധാരണക്കാരനെ വെല്ലുവിളിച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും ഇതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചു. ദേശീയതലത്തിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് രൂപീകരിക്കുമെന്നും റബ്ബർ മേഖലയിലെ പ്രതിസന്ധികൾ ദേശീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിമാനത്തിൽ രാഹുൽ ഗാന്ധി ദില്ലിയിലേക്ക് മടങ്ങി. SSLC പുനർമൂല്യനിർണ്ണയവും അവതാളത്തിൽ. പുനർമൂല്യനിർണ്ണയത്തിന് മുൻപ് ഉത്തരക്കടലാസുകളിൽ നിന്ന് മായ്ച്ചു കളയേണ്ട മാർക്കുകൾ നീക്കം ചെയ്തില്ല. മൂല്യനിർണ്ണയത്തിന് ആവശ്യത്തിന് അധ്യാപകരില്ലെന്നും ആക്ഷേപം ശക്തമാകുന്നു.
സംസ്ഥാനത്തെ SSLC പുനർമൂല്യനിർണ്ണയവും അവതാളത്തിലാവുകയാണ്. 90,000-ൽ പരം പേപ്പറുകൾ പുനർമൂല്യനിർണ്ണയം നടത്തേണ്ടതുണ്ടെന്നിരിക്കെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കേണ്ട ക്യാമ്പുകളിൽ തകൃതിയായി പഴയ മാർക്കുകൾ മായ്ച്ചുകളയൽ പ്രക്രിയ തുടരുകയാണ്. 54 സെന്ററുകളിലായാണ് പുനർമൂല്യനിർണ്ണയം നടക്കുന്നത്. ഓരോ സെന്ററിലും 3000-ലധികം പേപ്പറുകൾ ഇപ്പോഴും മൂല്യനിർണ്ണയം നടത്താനാവാതെ കിടക്കുകയാണ്. മൂല്യനിർണ്ണയത്തിന് ആവശ്യമായ അധ്യാപകരെ നിയോഗിക്കാത്തതും ക്യാമ്പുകളിലെത്തിക്കേണ്ട പരീക്ഷാ പേപ്പറുകളിലെ പഴയ മാർക്കുകൾ മായ്ച്ചു കളഞ്ഞ് മൂല്യനിർണ്ണയത്തിന് എത്താത്തതുമാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ആ പേപ്പറുകളാകെ ശേഖരിച്ച് ഈ മൂല്യനിർണ്ണയ ക്യാമ്പുകളിലെത്തിച്ച് അത് മായ്ക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പിന് പൂർണ്ണമായും ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. കൃത്യമായി ഈ പുനർമൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനും വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. പുനർമൂല്യനിർണ്ണയത്തിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ മാർക്കും ശരിതെറ്റുകളും മായ്ച്ചുകളയൽ പ്രക്രിയ തുടരുമ്പോൾ യഥാർത്ഥ മൂല്യനിർണ്ണയം എങ്ങനെ നടത്തുമെന്ന ഉത്കണ്ഠയിലാണ് അധ്യാപകരും. സമയമെടുത്ത് പേപ്പറുകൾ നോക്കി പുനർമൂല്യനിർണ്ണയം നടത്തുന്നില്ലെങ്കിൽ കുട്ടികളുടെ മാർക്കിനെ അടക്കം ബാധിച്ചേക്കാൻ ഇടയുണ്ട് എന്നുള്ളത് ഉത്കണ്ഠാകുലമാണ്. വിദ്യാർത്ഥികളുടെ ഭാവി സുരലയ കൈരളി യേശുദാസ് അവാർഡ് സമ്മാനിക്കുന്ന ഗന്ധർവ സന്ധ്യ ചടങ്ങ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. അതിൻ്റെ തത്സമയ സംപ്രേഷണം ഇപ്പോൾ സ്പീക്കർ N. ശക്തൻ സംസാരിക്കും. ഈ ഗന്ധർവ സന്ധ്യയിൽ പങ്കെടുക്കുന്ന ബഹുമാനരായ ഒരു പ്രസംഗത്തിന് ഒരു അവസരമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാനത് തയ്യാറാണ്. സുരലയും കൈരളിയും ഒരുമിച്ച് ചേർന്ന് ഇരിക്കുന്നു. യേശുദാസ് ലെജൻഡറി പുരസ്കാര സമർപ്പണ ചടങ്ങ് ഇത്തവണത്തെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 15ാമത് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി, നമ്മളെല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മലയാളത്തിൻ്റെ മഹാകവി ശ്രീ ONV കുറുപ്പ്. എന്നെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചത് കേരള നിയമസഭയുടെ സ്പീക്കർ എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, കേരള നിയമസഭയിലെ 141 നിയമസഭാംഗങ്ങളുടെയും പേരിൽ അദ്ദേഹത്തിന് ഹാർദവമായ അഭിനന്ദനം ഞാൻ രേഖപ്പെടുത്തുന്നു. 1000 പൂർണ്ണചന്ദ്രനെ കണ്ട ONV സാർ ഇന്ന് 84 മെയ് 27 84 വയസ്സ് പൂർത്തിയായി. തീർച്ചയായും എല്ലാ മലയാളികൾക്കും അഭിമാനമുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇരട്ടി മധുരമാണ്. ഇരട്ടി മധുരം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ONV കുറുപ്പ് സാറ് എൻ്റെ അധ്യാപകനാണ്. 44 വർഷത്തിന് മുൻപ് ഒരു 3 വർഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മലയാളം മെയിനായി എടുത്തു പഠിച്ച എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകനാണ് ബഹുമാനപ്പെട്ട ONV കുറുപ്പ് സാർ. അന്നും ഇന്നും ഞാൻ അഭിമാനത്തോടു കൂടി ഓർമ്മിക്കുന്ന എൻ്റെ അധ്യാപകൻ. അവസരം കിട്ടുമ്പോഴെല്ലാം ONV സാറ് എൻ്റെ ഗുരുനാഥനെന്ന് സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും അഭിമാനപൂർവ്വം പറയുന്ന ഒരു പേരാണ്. ആ സാറിൻ്റെ 84 വയസ്സ് തികയുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് അദ്ദേഹത്തെ ആദരിക്കാൻ അവസരം ലഭിച്ചത് ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. അതിനവസരമൊരുക്കിയ സുരലയെയും കൈരളിയെയും ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുന്നു. ONV സാറിന് ഇനിയും ഒത്തിരി വർഷങ്ങൾ ഇനിയും മലയാളത്തെ സേവിക്കുന്നതിന് നമുക്ക് ആവശ്യമായതെല്ലാം നൽകുന്നതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന് ദീർഘായുസ് നൽകട്ടെ, പൂർണ്ണമായ ആരോഗ്യവും നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്കിന്ന് ബഹുമാന്യനായ ഡോക്ടർ KJ യേശുദാസ്, അദ്ദേഹത്തെ എന്ത് പറയണം എന്ന് എനിക്കറിയില്ല. ഡോക്ടർ യേശുദാസ് എന്ന് പറയണോ, പത്മശ്രീ യേശുദാസ് എന്ന് പറയണോ, പത്മഭൂഷൺ യേശുദാസൻ എന്ന് പറയണോ, എന്ത് പറഞ്ഞാലും നമുക്ക് അധികമാകില്ല. കേരള നിയമസഭ അദ്ദേഹത്തെ അടുത്ത കാലത്ത് ആദരിക്കുകയുണ്ടായി. അദ്ദേഹത്തിനും 75 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട കോടിയേരിയെ സൂചിപ്പിച്ചതുപോലെ കണ്ടാൽ 75 എന്നല്ല, ഒരു 50-നും 60-നും ഇടയ്ക്ക് തോന്നുകയുള്ളൂ. അതാണ് സംഭവം. അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടാൽ ഇന്നും 25-ൻ്റെ ശബ്ദം തന്നെയാണ്. 75 വയസ്സ് ആയി എന്നൊരു തോന്നൽ
അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ആർക്കും ഉണ്ടാവുകയില്ല. എനിക്ക് തോന്നുന്നു ഇനിയും ദീർഘവർഷങ്ങൾ ഇതേ ശബ്ദം മലയാളികൾക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മലയാളികളുടെ എല്ലാം അഭിമാനമായ ഡോക്ടർ കെ.ജെ. യേശുദാസിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ബഹുമാന്യനായ ഉണ്ണിമേനോൻ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഒട്ടേറെ നമുക്ക് മറക്കാൻ കഴിയാത്ത ഗാനങ്ങൾ നൽകിയ ശ്രീ ഉണ്ണിമേനോൻ ഇന്നിവിടെ അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നു. അദ്ദേഹത്തെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ 10 വയസ്സിൽ തന്നെ ദേശീയ അവാർഡ് കിട്ടിയ നമ്മുടെ മലയാളത്തിൻ്റെ ഭാവി വാഗ്ദാനമായ ഉത്തരയെ ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുന്നു. വളരെയേറെ പ്രതീക്ഷയോടുകൂടി ആണ് നമ്മളെല്ലാം ഉത്തരയെ കാണുന്നത്. ഞാൻ ദീർഘിക്കുന്നില്ല, എൻ്റെ വാക്ക് നിർത്തുന്നു. ബഹുമാനപ്പെട്ട ONV സാറിന് ഈ 84 വയസ്സ് പൂർത്തിയാകുന്ന ജന്മദിനത്തിൽ അദ്ദേഹത്തെ ആദരിക്കാൻ അവസരം ലഭിച്ചത് ഒരിക്കൽ കൂടി ഞാൻ സന്തോഷപൂർവ്വം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സർ. പ്രിയപ്പെട്ട ONV സാറിൻ്റെ 84ാം പിറന്നാൾ ദിനമാണിത്. ഈ പിറന്നാൾ നമുക്ക് സംഗീതത്തിൻ്റെ ആഘോഷമാക്കി തന്നെ മാറ്റാം. അതിന് മുന്നോടിയായി ഈ വേദി അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരു കേക്ക് എത്തുന്നതായിരിക്കും. ആ കേക്ക് മുറിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷം ആരംഭിക്കാം എന്ന് തന്നെ പറയാം. ഒരു വലിയ കൈയടിയാവാം നമുക്ക്. സ്വരലയും കൈലയും ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഗംഭീരമായ ഈ പിറന്നാൾ ആഘോഷത്തിന് തുടക്കമാകുകയാണ് ഈ കേക്ക്. ഒരു കേക്കാണ് വേദിയിലെത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ONV സാറിനുള്ള നമ്മുടെ എല്ലാവരുടെയും ഒരു സ്നേഹോപഹാരം തന്നെയാണിത്. നമുക്ക് നൽകിയിരിക്കുന്ന മനോഹരമായ ഗാനങ്ങൾക്ക് തിരിച്ച് ഞങ്ങൾക്ക് തരാൻ ഈ സ്നേഹമാണുള്ളത്. വലിയൊരു കൈയാവും അദ്ദേഹം കേക്ക് മുറിച്ച് അദ്ദേഹത്തിന്റെ 84ാം പിറന്നാൾ സ്വരലയുടെയും കൈകളോടൊപ്പം ഇതാ ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സരോജിനി ടീച്ചറും ഈ സന്തോഷം പങ്കുവയ്ക്കുന്നു. വേദിയിലുള്ള മറ്റ് വിശിഷ്ടാതിഥികൾ എല്ലാവരും ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഇതൊരു സുവർണ മുഹൂർത്തം തന്നെയാണ്. സഹധർമ്മിണി ONV സാറിന് മധുരം പങ്കുവയ്ക്കുന്നു. ഈ ദാസറിനെ ക്ഷണിക്കുന്നു. ONV സാറിന് ഒരൽപ്പം മധുരം നൽകി ഈ സന്തോഷവേളയിൽ പങ്കാളിയാവാൻ. എല്ലാവരും വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതുകൊണ്ട് ചെറിയ പീസാണ് എടുത്തു കൊടുക്കുന്നത്. എന്തായാലും സന്തോഷം ഒട്ടും ചെറുതല്ല, വലിയ സന്തോഷം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും. ദാസർ ONV സാറിന് മധുരം നൽകുന്ന ചടങ്ങാണ്. അദ്ദേഹത്തിന്റെ 84ാം പിറന്നാളിനോടനുബന്ധിച്ച് ദാസർ മധുരം നൽകി ONV സാറിന്